ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട വലിയ പ്രവാചകന്മാരിൽ 4 പേരിൽ ഒരാളാണ് യിരെമ്യാവ്. യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേൽ, ദാനിയേൽ പഴയ നിയമത്തിലെ മേജർ പ്രോഫറ്റ്സാണ്. പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ നമ്മൾ ഒന്ന് എടുത്തു വെച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരുടെ പാപത്തിൻ്റെ വടികളെ ഓർമ്മിപ്പിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ശക്തമായ സന്ദേശം കൊടുക്കുന്ന പ്രവാചകന്മാരായിരുന്നു പഴയ നിയമത്തിലെ പ്രവാചകൻ. കണ്ണീരിൻ്റെ കരുത്തനായ പ്രവാചകൻ എന്നാണ് യിരെമ്യാവിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ജനം ദൈവ സാന്നിധ്യം വിട്ട്, ദൈവത്തിൻ്റെ വഴി വിട്ട്, ദൈവകൽപ്പന വിട്ട് മാറിയപ്പോൾ അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച കരുത്തനായ പ്രവാചകൻ യിരെമ്യാവ്. അദ്ദേഹത്തിൻ്റെ അധരത്തിലൂടെ സ്വർഗത്തിൽ ദൈവം അരുളി ചെയ്യുകയാണ്. മടങ്ങി വരുവാൻ വേണ്ടി ജനത്തെ ആഹ്വാനം ചെയ്യാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പ്രകൃതിയിലേക്ക് നോക്കിക്കൊണ്ട് ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു, കുറുപ്രാവും മിവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. 2 കാര്യമാണ്. ഒന്ന്, ആകാശത്തിലെ വ്യത്യസ്തമായ പക്ഷികളെക്കുറിച്ച്, ഒന്ന് പെരിഞ്ഞാറ, കുറുപ്രാവ്, മീവൽ പക്ഷി, കൊക്ക്, ഇവയെല്ലാം കൂടെ പറഞ്ഞിട്ട് അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ജനത്തോട് ദൂത് പറയുകയാണ്, ഈ പക്ഷികളൊക്കെ മടങ്ങി വരാനുള്ള കാലമറിയുന്നു. വ്യത്യസ്തമായ സീസണ് ഈ ലോകത്ത് പ്രകൃതിയിൽ ദൈവം വെച്ചിട്ടുണ്ട്. സ്പ്രിങ്, ഫോള്, അതുപോലെ സമ്മറ്, വിൻ്റർ, ഇങ്ങനെ വ്യത്യസ്ത സീസൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ സീസൺ അനുസരിച്ച് ദേശാടന പക്ഷികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അവർ യാത്രയാകും. അവർക്ക് ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകാനുള്ള കാലം അവർക്കറിയാൻ കഴിയുന്നുണ്ട്. അവരാ കാലത്തിനനുസരിച്ച് ആ പക്ഷികൾ യാത്ര ചെയ്യുന്നു. ഒരു ദേശത്ത് നിന്ന് അവർക്ക് താമസിക്കാൻ പറ്റാത്ത ആ ദേശത്ത് നിന്ന് കാലാവസ്ഥ വ്യതിയാനമുണ്ടാകുമ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, അതുപോലെ അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി അവരെ കാലത്തെ മുന്നമേ തിരിച്ചറിഞ്ഞ് ആ ദേശം വിട്ട് മറ്റൊരു ദേശത്തിലേക്ക് പോകുന്നു. ആകാശത്തിലെ പക്ഷികൾ, ആ പക്ഷികൾ ഒന്ന് അതിൻ്റെ കാലം അറിയുന്നു. 2, അത് മടങ്ങി വരാനുള്ള സമയം അനുസരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന കാലം ഏത് കാലമാണെന്ന് ഓരോ ദൈവമക്കളും തിരിച്ചറിയണം. അപ്പോസ്തലൻ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ, പുതിയ നിയമത്തിൽ വായിക്കുന്ന വാക്യമാണ്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കുക. ഒരു അന്ത്യകാലത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അന്ത്യകാലത്ത് അവസാന നാളുകളിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് കർത്താവ് ചോദിച്ചത്. വിശ്വാസത്യാഗം സംഭവിക്കാൻ സാധ്യതയുള്ള, ആത്മീക കാര്യങ്ങൾക്ക് മടുപ്പ് വരാൻ സാധ്യതയുള്ള ഒരു അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനോട് അരുളി ചെയ്ത ആ ദൂതെ ഇവിടെ വായിക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ അതിൻ്റെ കാലമറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലത്തെ തിരിച്ചറിയുക, കാലത്തെ വിവേചിക്കുന്ന കാലജ്ഞന്മാരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. മടങ്ങി വരുവാനുള്ള കാലം അറിയണം. 2, ആ സമയത്തെ അനുസരിക്കണം. ഒരുപക്ഷെ മടങ്ങി വരുവാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന അവസാനത്തെ ദൂതായിരിക്കാം ഈ സന്ദേശം. ഈ സന്ദേശം കേൾക്കുമ്പോൾ എത്ര പേർ ദൈവസന്നിധിയിൽ സമർപ്പിക്കും, കർത്താവേ, ഞാൻ എൻ്റെ ആത്മീക ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്, കർത്താവിനോടുള്ള ആ സ്നേഹ ബന്ധത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. 2 കാര്യമാണ്. ഒന്ന്,
മടങ്ങിവരവിൻ്റെ കാലം അറിയണം. 2, മടങ്ങിവരവിൻ്റെ കാലം അറിഞ്ഞാൽ മാത്രം പോരാ, ആ മടങ്ങിവരവിനുള്ള സമയത്തെ നമ്മൾ അനുസരിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പക്ഷികളെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മൃഗങ്ങളെക്കുറിച്ച് താരതമ്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഒരു കാലത്ത് യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ്, വചനത്തിലെ സത്യങ്ങൾ അറിയുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുന്നതിന് മുമ്പ്, വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അതേ പ്രിയരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെ 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ച് സംസാരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ആടുകളെപ്പോലെ ഇടയനിൽ നിന്ന് തെറ്റിപ്പോയ അവസ്ഥയായിരുന്നു നമ്മുടെ ഓരോരുത്തരുടെയും. എന്നാൽ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ തൻ്റെ അവസാനത്തുള്ള രക്തം വരെ ഊറ്റി തൻ്റെ ജീവനെ വെച്ച് നമ്മെ സ്നേഹിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3 ഉപമ കർത്താവ് പറയുമ്പോൾ ആദ്യം പറഞ്ഞ ഉപമ വളരെ ശ്രദ്ധേയമാണ്. ഒരിടയന് 100 ആടുണ്ടായിരുന്നു. അതിലൊന്ന് കാണാതെ പോയപ്പോൾ 99നെയും ആ മനുഷ്യൻ വിട്ടേച്ച് കാണാതെ പോയ ഒന്നിനെ തേടി ആ മനുഷ്യൻ, ആ ഇടയൻ പോകുന്ന രംഗത്തെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു തന്ന നല്ലിടയനായ കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായ ഭാഷയിൽ പറയുകയാണ്: ആകാശത്തിലെ പെരിഞ്ഞാറ മടങ്ങി വരവിനുള്ള കാലമറിയുന്നു, കുറുപ്പുറാവും ഇവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. അതേ പ്രിയരെ, മടങ്ങി വരാനുള്ള സമയം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അവസാനം കാണുന്ന ഒരു ഉപമയുണ്ട്. അപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇളയവൻ തനിക്ക് വരേണ്ടുന്ന പങ്കെല്ലാം അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ദൂരദേശത്തേക്ക് യാത്രയാകുകയാണ്. അപ്പൻ്റെ സാന്നിധ്യം വിട്ട് ദൂരദേശത്തേക്ക് ഓടിപ്പോകുന്ന ഇളയ മകൻ. എന്നാൽ ഈ ഇളയ മകൻ എല്ലാം നഷ്ടപ്പെട്ടവനായി അപ്പൻ്റെ സ്വത്ത് നാനാവിധമാക്കിക്കഴിഞ്ഞ് കൂട്ടുകാരാരുമില്ല, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. കഴിക്കാനൊരു ഭക്ഷണമില്ല, ജോലിയില്ല. ഒടുവിൽ കിട്ടിയത് പന്നിയെ മേയ്ക്കുന്ന ഒരു ജോലിയാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് ഏറ്റവും ഹീനമായ ഒരു ജോലിയാണ്, ഒരു മൃഗമാണ് പന്നി എന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അവർ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാള വര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. നോക്കിക്കേ, അപ്പൻ്റെ വീട് വിട്ട് ഓടിപ്പോയ ആ വ്യക്തി, ആ ചെറുപ്പക്കാരൻ, എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി ബിഗ് സീറോയിൽ വന്ന് നിൽക്കുമ്പോൾ അവന് മനസ്സിലായി അവൻ തെറ്റുകാരനാണ്. എല്ലാവരും അവനെ മോശക്കാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഈ ഭാഗം പ്രസംഗിക്കുമ്പോൾ പോലും വളരെ മോശക്കാരനായിട്ടാണ് ആളുകൾ ചിത്രീകരിക്കുന്നത്. പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം അവിടെ ഉള്ളത്, മടങ്ങി വരുവാനുള്ള അവസാന മണിക്കൂറിൻ്റെ, അവസാന മിനിറ്റിൻ്റെ, അവസാന സെക്കൻഡിൻ്റെ, അവസാന മില്ലി സെക്കൻഡിൽ ആ മനുഷ്യൻ എത്തി നിൽക്കുമ്പോൾ അവന് സുബോധം വന്നു എന്നാണ്.
വിശുദ്ധ ലൂക്കോസിലെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ചു ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന് വിളിപ്പാൻ നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നോക്കിക്കേ, ആ മനുഷ്യൻ മടങ്ങി വരവിനുള്ള കാലം തിരിച്ചറിഞ്ഞ് അവന് സുബോധം വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ വീടിനെക്കുറിച്ചുള്ള ചിന്ത അവന് വന്നു. അവൻ്റെ അപ്പനെക്കുറിച്ചുള്ള ചിന്ത വന്നു. എന്ത് അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയണമെന്ന വ്യക്തമായ ബോധ്യം ആ മനുഷ്യനുണ്ടായി. എന്താ ആ മനുഷ്യൻ പറഞ്ഞത്? ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കും, ഞാൻ മടങ്ങിപ്പോകും, മടങ്ങിച്ചെന്നിട്ട് അപ്പനോട് എൻ്റെ അവസ്ഥ പറയും. എന്താ മനുഷ്യൻ്റെ അവസ്ഥ? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മടങ്ങി വരാൻ ആരൊക്കെ മനസ്സ് കാണിക്കുന്നു, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ആരൊക്കെ അകന്നു പോയോ, അവർക്കെല്ലാം മടങ്ങി വരവിന് ദൈവം ഒരു കാലം വെക്കും. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ കടന്നു പോകുന്നത് ആ മടങ്ങി വരവിന് ദൈവം വെച്ചിരിക്കുന്ന ബ്രാക്കറ്റ് പീരീഡിലൂടെ ആയിരിക്കും. മെസ്സേജ് താങ്കളെ കേൾപ്പിച്ചതേ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവവചനത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നോക്കിക്കേ, അപ്പൻ്റെ വീട് വിട്ടുപോയ ആ മനുഷ്യൻ മടങ്ങി വരാനുള്ള സമയത്തെ തിരിച്ചറിഞ്ഞ് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിക്കുകയാണ്. ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എഫ്രൈമിനെ കുറിച്ചൊക്കെ സ്വർഗത്തിലെ ദൈവം പ്രവചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം 12:6 വായിക്കുന്നു, അതുകൊണ്ട് നീ നിൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരിക, ദൈവം ന്യായവും പ്രമാണിച്ച് ഇടവിടാതെ നിൻ്റെ ദൈവത്തിനായി കാത്തിരിക്കുക. ഹോശയ്യ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ എഫ്രൈമിനെ അറിയുന്നു, ഇസ്രായേൽ എനിക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. എഫ്രൈമേ, നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു, ഇസ്രായേൽ മലിനമായിരിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവർത്തികൾ സമ്മതിക്കുന്നില്ല. പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്, അവർ യഹോവയെ അറിയുന്നില്ല. പഴയ നിയമത്തിലെ ഓരോ പ്രവചന ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിന് ആഹ്വാനം കൊടുക്കുന്ന ഒരു ആഹ്വാനമാണ് കം ബാക്ക്, മടങ്ങി വരിക, മടങ്ങി വരിക. ഇത് മടങ്ങി വരാനുള്ള സമയമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 18 തൊട്ട് 20 വരെ ഇതേ എഫ്രൈമിനെ കുറിച്ച് അവിടെ പറയുകയാണ്. വളരെ സ്നേഹത്തോടാണ് ദൈവം അഭിസംബോധന ചെയ്യുന്നത്. എഫ്രൈം ഒരു തീരുമാനമെടുത്തു. എന്താ അത്? നമുക്ക് വായിക്കാം. യിരെമ്യാവ് 31:18 മുതൽ, നീ എന്നെ ശിക്ഷിച്ചു, മരുക്കമില്ലാത്ത കാളക്കുട്ടിയെ പോലെ ഞാൻ ശിക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഞാൻ മടങ്ങി വരേണ്ടതിന് എന്നെ മടക്കി വരുത്തേണമേ. നീ എൻ്റെ ദൈവമായ യഹോവയല്ലോ. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ചും നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു. എൻ്റെ യൗവനത്തിൽ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രൈം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ മടങ്ങി വരാൻ വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ച് കരയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാം, ആ നിലവിളി നല്ലവണ്ണം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. 31-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, എഫ്രൈം എൻ്റെ വാത്സല്യ പുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. അതുകൊണ്ട് എൻ്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. ഞാൻ അവനോട് കരുണ കാണിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതേ പ്രിയരെ, സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ആരെങ്കിലുമൊക്കെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ അവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. എഫ്രൈമിൻ്റെ ഹൃദയത്തിനകത്ത് മടങ്ങി വരുവാനുള്ളൊരു താല്പര്യം ജനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ എൻ്റെ വാത്സല്യ പുത്രനാണ്, അവൻ ഓമന കുട്ടിയാണ്. അതേ പ്രിയമുള്ളവരെ, എപ്പോഴും മടങ്ങി വരുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരനുഗ്രഹമുണ്ട്. അത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നോക്കിക്കേ, ഒരു സെക്കൻഡ് ചാൻസ്
ദൈവം എല്ലാ കാലത്തും മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ വായിച്ചത്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ് പോലെയാകും. അവർ നിൻ്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയുകയില്ല. ഇന്നീ മെസ്സേജ് കേൾക്കുമ്പോൾ എത്ര ദൈവമക്കൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും? ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. കുറുപ്രാവും മിവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരിക, ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. ഈ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ആത്മീകമായി ഡ്രൈ ആയിട്ടിരിക്കുന്ന അനുഭവങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ നദി ഒഴുക്കി പുഷ്ടിയുള്ളതാക്കാൻ, ഫലമുള്ളതാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മറന്നു പോകരുത്. മടങ്ങി വരുവിനുള്ള കാലം അറിയുക. 2, മടങ്ങി വരുവിനുള്ള സമയത്തെ അനുസരിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെ ഇവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം ഈ ദിവസവും ഞങ്ങളെ കേൾപ്പിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ്. മടങ്ങി വരുവാനുള്ള സമയം അറിഞ്ഞ് മടങ്ങി വരുവാനുള്ള സമയത്തെ അനുസരിപ്പാൻ നിന്റെ ജനത്തിന് അവിടുന്ന് കൃപ നൽകണം. ഈ സന്ദേശം കേട്ട ഒരു വ്യക്തി പോലും ദൈവ സാന്നിധ്യം വിട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ, അപ്പൻ്റെ വീട് വിട്ടുപോയ മകൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നതുപോലെ മടങ്ങി വരവ് ജനത്തിന് നൽകി കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിക്കുന്നവരെ വരവിനായി ഞങ്ങൾ ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.